ഹായ് എവ്രി വൺ, വെൽക്കം ടു കെംഫോക്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെറ്റ് കെമിസ്ട്രി ജാനുവരി 2025 എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 പാർട്ടുകളിലായിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. ദ മൊബൈൽ ഫേസ് സോൾവെൻറ്റ് ബ്ലെൻഡ് യൂസ്ഡ് ടു പെർഫോം the liquid chromatography maintains the same ratio of non-polar and polar solvents throughout the chromatography is called dash elution. ഏത് ടൈപ്പ് എല്യൂഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. നോൺ പോളാർ ആൻഡ് പോളാർ സോൾവെൻസിൻ്റെ ഇടയിൽ സെയിം റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ടുള്ള എല്യൂഷൻ ടെക്നിക് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഐസോക്രാറ്റിക് എല്യൂഷൻ മെത്തേഡിലാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സെപ്പറേഷൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് മാസ് ലോസ് ഒബ്സർവ്ഡ് ഇൻ ദി തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സാലേറ്റ് മോണോഹൈഡ്രേറ്റ് അട്രിബ്യൂട്ടഡ് ടു? സോ ആദ്യമായി നടക്കുന്ന മാസ് ലോസ് ഏതാണ്? ടി ജിയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റനാണ്, തെർമോഗ്രാമെട്രി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൽ ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് എന്നിട്ട് കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് മാറും. പിന്നെയോ സെക്കൻഡ് സ്റ്റെപ്പിൽ കാൽഷ്യം ഓക്സാലേറ്റിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്ത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ നടന്നിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ റിലീസ് ഓഫ് വാട്ടർ ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ തെർമോഗ്രാം വെയിറ്റ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ വാട്ടർ എലിമിനേഷൻ ആണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 2 ചോദ്യങ്ങളും സെയിം ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതായത് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് വീണ്ടും വന്നിരിക്കുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് ടെമ്പറേച്ചർ റേഞ്ച് ഡസ് ദി ഫസ്റ്റ് മാസ് ലോസ് ഒക്കർ? ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ് ആദ്യത്തെ മാസ് ലോസ് സംഭവിക്കുന്നത്? ഏതാണ്? ഏകദേശം നമുക്കിവിടെ കാണാൻ പറ്റും ഒരു 150 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു മാസ് ലോസ് സംഭവിക്കുന്നത് അല്ലേ. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ 200 എത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ ആണ്. 150 to 200 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു മാസ് ലോസ് സംഭവിക്കുന്നത്. അടുത്ത ചോദ്യവും സെയിം ക്വസ്റ്റൻ ബേസ് ചെയ്തിട്ടാണ്. ദ സെക്കൻഡ് മാസ് ലോസ് ഇൻ ദ തെർമോഗ്രാം ഓഫ് കാൽഷ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റഡ് ഇസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് വിച്ച് ഗ്യാസ്? സെക്കൻഡ് മാസ് ലോസിൽ ഏത് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്നത്? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. കാർബൺ മോണോക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത് അല്ലേ, നമ്മളിവിടെ കണ്ടതാണ്. സോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രാഫും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം വരുന്നത് ഡെറിവേറ്റീവ് തെർമോഗ്രാം. വീണ്ടും ടി ജി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ടി ജിയിൽ നിന്ന് തന്നെ 4 മാർക്കിനുള്ള ചോദ്യം ഇപ്പോൾ വന്നു. is the plot of dash versus temperature. എന്താണ് വരുന്നത്? ഡെറിവേറ്റീവ് തെർമോഗ്രാം ആണ്. നോർമൽ തെർമോഗ്രാം ആണെങ്കിൽ നമ്മൾ മാസ് ചേഞ്ച് വേഴ്സസ് ടെമ്പറേച്ചർ ആണ് നോക്കുന്നത്, വെയിറ്റ് വേഴ്സസ് ടെമ്പറേച്ചർ ആണ്. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഡിഫറൻഷ്യൽ തെർമോഗ്രാം അല്ലെങ്കിൽ ഡെറിവേറ്റീവ് തെർമോഗ്രാം എന്ന് പറയുമ്പോൾ ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓപ്ഷൻ എ ആയിരിക്കും വരിക. ചേഞ്ച് ഇൻ മാസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വരും. അല്ലെങ്കിൽ ഡി എം ബൈ ഡി ടി നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം, ദ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് COD മെഷേഴ്സ് ദി എമൗണ്ട് ഓഫ്? ഓപ്ഷൻ എ ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. Then option B, oxygen required by the aquatic organisms. Option C, dissolved oxygen in water. Then option D, oxygen produced by photosynthesis. സോ ആദ്യം നമുക്ക് BODയും CODയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ വൈൽ ഡീകമ്പോസിങ് ഓർഗാനിക് മാറ്റർ അണ്ടർ എയറോബിക് കണ്ടീഷൻ. എയറോബിക് കണ്ടീഷനിൽ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യാൻ ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കണ്ടന്റ് ആണ് BOD എന്ന് പറയുന്നത്. അതേസമയം COD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ ദി ഓക്സിഡേഷൻ ഓഫ് ടോട്ടൽ ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. ഓക്സിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് വാട്ടറിലുള്ള ടോട്ടൽ ഓർഗാനിക് മാറ്ററിന് ഓക്സിഡേഷൻ നടത്താൻ എത്രമാത്രം ഓക്സിജൻ ആവശ്യമുണ്ട്. ദെൻ BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിഡേഷൻ ആണ്. അതേസമയം COD കെമിക്കൽ ഓക്സിഡേഷൻ ആണ്. ഇനി ഇതിൻ്റെ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻഡ് ബൈ ഇൻക്യുബേറ്റിംഗ് എ സീൽഡ് വാട്ടർ അണ്ടർ എ സ്പെസിഫിക് ടെമ്പറേച്ചർ സാമ്പിൾ ഫോർ 5 days ആൻഡ് മെഷറിംഗ് ദി ലോസ് ഓഫ് ഓക്സിജൻ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദി ടെസ്റ്റ്. അതായത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയ സാമ്പിളിന് നമ്മൾ നന്നായി സീൽ ചെയ്ത് 5 ദിവസത്തേക്ക് വെക്കുന്നു. എന്നിട്ട് എത്രമാത്രം ഓക്സിജൻ റിക്വയർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നോക്കുക ചെയ്യുക. എത്രമാത്രം ഓക്സിജൻ അവിടെ ലോസ് ആയിട്ടുണ്ട് അത് നോക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം CODയിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻക്യുബേറ്റിംഗ് വിത്ത് എ ക്ലോസ് ടു വാട്ടർ സാമ്പിൾ വിത്ത് സ്ട്രോങ് ഓക്സിഡൻറ്റ്. നമ്മളൊരു സ്ട്രോങ് ഓക്സിഡൻറ്റ് ആഡ് ചെയ്യുന്നു, ലൈക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഇൻ കോമ്പിനേഷൻ വിത്ത് ബോയിലിംഗ് സൾഫ്യൂരിക് ആസിഡ്.
അണ്ടർ സ്പെസിഫിക് ടെമ്പറേച്ചർ ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് ആ ഒരു മെത്തേഡ് വരുന്നത്. ഇനി 5 days ആണ് നമ്മൾ BOD ഡിറ്റർമിനേഷൻ ഉപയോഗിക്കുന്നത്. CODക്ക് എന്താണ് കുറച്ച് ദിവസങ്ങൾ വേണ്ടി വരാം. അടുത്തത് നമ്മൾ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 13 mg/L ആണ്. ഇവിടുത്തെ പെർമിസിബിൾ ലിമിറ്റ് CODന്റെ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 250 to 500 ppm ആണ്. വാല്യൂ ഇസ് ലോവർ ദാൻ COD. BODന്റെ വാല്യൂ CODന്റെ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതേസമയം BODന്റെ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും COD. അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഇനി കേപ്പബിൾ ഓഫ് ഓക്സിഡൈസിങ് നാച്ചുറൽ ഓർഗാനിക് ഡെട്രിസ് ആൻഡ് ദ ഓർഗാനിക് വേസ്റ്റ് ഇൻ ദി വാട്ടർ. സോ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ആ ഒരു ഓർഗാനിക് മാറ്ററിന് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സീവേജ്, അതായത് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സീവേജും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഡസൻ മെഷർ ദി ഓക്സിജൻ കൺസംഷൻ ഓഫ് അസറ്റേറ്റ്. അസറ്റേറ്റിൻ്റെ ഓക്സിജൻ കൺസംഷൻ പോസിബിൾ അല്ല, മെഷർ ചെയ്യാൻ പോസിബിൾ അല്ല. സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ആൻസർ വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ്. ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. അതാണ് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡ്രഗ്സ് ദാറ്റ് ബൈൻഡ് ടു റിസപ്റ്റേഴ്സ് ആൻഡ് ബ്ലോക്ക് ദി എഫക്ട്സ് ഓഫ് നാച്ചുറൽ ലിഗാൻഡ് ആർ കോൾഡ്. ഓപ്ഷൻസ് ആന്റഗോണിസ്റ്റ്, അഗോണിസ്റ്റ്, ഇൻവേഴ്സ് അഗോണിസ്റ്റ് ആൻഡ് പാർഷ്യൽ അഗോണിസ്റ്റ്. ഓപ്ഷൻ വരുന്നത് എ ആണ്. ആന്റഗോണിസ്റ്റ് ആണ്. അതായത് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നാച്ചുറൽ ലിഗാൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റഗോണിസ്റ്റ് എന്ന് പറയാം. ഇനി അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹോർമോൺസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അവരെ മിമിക് ചെയ്തിട്ട് എന്ത് ചെയ്യും? റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് അവിടെ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. സോ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിനെ മിമിക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് പറയാം. ഇനി ഇൻവേഴ്സ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത് അഗോണിസ്റ്റിനെ പോലെ തന്നെയാണ്, സെയിം റിസപ്റ്ററുമായിട്ട് തന്നെയാണ് ഇൻവേഴ്സ് അഗോണിസ്റ്റും ബൈൻഡ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇവിടെ ഓപ്പോസിറ്റ് റെസ്പോൺസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് പാർഷ്യൽ അഗോണിസ്റ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ അത് തരുന്ന ഔട്ട്പുട്ട് 100% ആയിരിക്കില്ല. പാർഷ്യലി മാത്രമേ ആ ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ചോദ്യം, എ ഡ്രഗ് വിത്ത് ലോ IC50 വാല്യൂ ഇസ്. അപ്പോൾ ആദ്യം നമുക്ക് IC50 എന്നാണ് അറിയണം. IC50 എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ 50% ആണ്. സോ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഡ്രഗ് റിക്വയർഡ് ടു ഇൻഹിബിറ്റ് എ ബയോളജിക്കൽ പ്രോസസ്, അതായത് എൻസൈം ആക്ടിവിറ്റി, റിസപ്റ്റർ ബൈൻഡിങ്, സെൽ ഗ്രോത്ത് ഇതുപോലെയുള്ള ബയോളജിക്കൽ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡ്രഗ് കോൺസെൻട്രേഷൻ ആണ് ബൈ 50%. പകുതിയായിട്ട് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ യൂസ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആയിട്ടും ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് ആയിട്ടും അതേപോലെ ആൻറ്റിബോഡീസ് ഒക്കെ ആയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ IC50 വാല്യൂ ആണെങ്കിൽ മോർ പൊട്ടൻറ്റ് ഇൻഹിബിറ്റർ ആയിരിക്കും. ഓക്കെ, IC വാല്യൂ കുറയുന്ന സമയത്ത് ഇൻഹിബിറ്ററിൻ്റെ പൊട്ടൻസി കൂടുതലായിരിക്കും. എക്സാമ്പിൾ വരുന്നത് ഇപ്പോൾ നമ്മളൊരു 10 നാനോ മോളാർ അതേപോലെ തന്നെ 1 മൈക്രോ മോളാർ IC50 വാല്യൂസ് വരുന്ന 2 ഡ്രഗുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ് എ ആയിരിക്കും കൂടുതൽ പൊട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിൻ്റെ IC50 വാല്യൂ ആണ് കുറവ് വരിക. അടുത്തതാണ് EC50, effective concentration 50%. The concentration of a drug required to produce 50% of its maximum effect Emax in the biological system. അതായത് ഒരു ഡ്രഗ് ക്രിയേറ്റ് ചെയ്യുന്ന എഫക്റ്റിൻ്റെ 50% പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ, അതാണ് ഈ ഒരു എഫക്റ്റീവ് കോൺസെൻട്രേഷൻ 50% എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രഗ് എഫിക്കസിയും അതേപോലെ തന്നെ പൊട്ടൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് ലോ EC50 വാല്യൂ ആണെങ്കിൽ മോർ പൊട്ടൻറ്റ് അഗോണിസ്റ്റ് ആയിരിക്കും. ഓക്കെ, EC50 വാല്യൂ കുറയുന്ന സമയത്ത് പൊട്ടൻസി, അഗോണിസ്റ്റിൻ്റെ പൊട്ടൻസി കൂടുതലായിരിക്കും. ഇനി ഫൈനലി നമ്മുടെ ലീത്തൽ ഡോസ് 50%, LD50 എന്ന് പറയുന്നത് ദ ഡോസ് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് കോസസ് ഡെത്ത് ഇൻ 50% ഓഫ് ദി ടെസ്റ്റ് ആനിമൽസ്. അതായത് നമ്മൾ ഈ ഒരു ഡ്രഗ് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് എത്ര ഡോസ് ഇൻജെക്ട് ചെയ്താലാണ് 50% ഓഫ് ദി ആനിമൽസ് ടെസ്റ്റഡ് മരിക്കുന്നത്, അത്രയും ആ ഒരു ഡോസിനെയാണ് നമ്മൾ ലീത്തൽ ഡോസ് എന്ന് പറയാം. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ഡ്രഗിൻ്റെ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ടോക്സിസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലോ LD വാല്യൂ ആണെങ്കിൽ ഹൈലി ടോക്സിക് ആയിരിക്കും. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആദ്യത്തെ രണ്ടെണ്ണം IC50യും EC50യും നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേസമയം LD50 നമ്മൾ യൂസ് ചെയ്യുന്നത് ടോക്സിസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് വരാം. ഡ്രഗ് വിത്ത് ലോ IC50 വാല്യൂ. ലോ IC50 വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോർ പൊട്ടൻ്റ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്.
അടുത്തത് 49th ക്വസ്റ്റ്യൻ, ദ തെറപ്യൂട്ടിക് ഇൻഡെക്സ് ഓഫ് എ ഡ്രഗ് ഇസ് കാൽക്കുലേറ്റഡ് ആസ്. എങ്ങനെയാണ് ഒരു ഡ്രഗിന്റെ തെറപ്യൂട്ടിക് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. LD50 ഡിവൈഡഡ് ബൈ EC50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറപ്യൂട്ടിക് ഇൻഡെക്സ് കിട്ടും. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദി മൊളിക്കുലർ ബേസിസ് ഓഫ് ആക്ഷൻ ഓഫ് PT2 കീമോതെറാപ്പി ഏജൻസ്. അതായത് പ്ലാറ്റിനം 2 റിലേറ്റഡ് ആയിട്ടുള്ള കീമോതെറാപ്പിക് ഡ്രഗ്സിന്റെ ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ ആൻസർ വരുന്നത് ആക്ച്വലി ഓപ്ഷൻ ഡി ആണ്. അതായത് നമ്മുടെ ഈ ഒരു PT2+ അടങ്ങിയിരിക്കുന്ന ഡ്രഗും DNA ആയിട്ട് എന്ത് ചെയ്യും, ഒരു കോർഡിനേഷൻ വഴി കോംപ്ലക്സ് ഫോം ചെയ്യും. എന്നിട്ട് ദ DNA ഹെലിക്സ് ബെൻഡ്സ് ആൻഡ് അൺവൈൻഡ്സ് പാർഷ്യലി. അപ്പോൾ DNA ഹെലിക്കൽ സ്ട്രക്ചറിൽ ബെൻഡിങ് സംഭവിക്കുകയും അതിന്റെ അൺവൈൻഡിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓക്സിഡേഷനോ അതേപോലെ റിഡക്ഷനോ നടക്കുന്നില്ല. സോ ഓപ്ഷൻ 1ഉം 2ഉം എന്തായാലും വരില്ല. പിന്നെ PT2 കോമ്പൗണ്ട് ഹാവ് നോ തെറപ്യൂട്ടിക് ആക്ഷൻ. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമുക്കറിയാം PT2 അടങ്ങിയിരിക്കുന്ന ഡ്രഗ്സ് സിസ്പ്ലാറ്റിൻ അതേപോലെ കാർബോപ്ലാറ്റിൻ എല്ലാം തന്നെ കീമോതെറാപ്പി റിലേറ്റഡ് ഡ്രഗ്സ് ആണ്, ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആയിട്ടാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.